ടു കൊണ്ടാട്ടം വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല കിടക്കാച്ച കിച്ചൺ ടിപ്പുകളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഓടി അങ്ങ് പോയി നോക്കിയിട്ട് തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറുനാരങ്ങയും പിന്നെ നമ്മുടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമില്ലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്നല്ലേ, അത് നമുക്ക് വഴിയേ പറയാം. ആദ്യം നമുക്കിത് എന്തായാലും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ആ നാരങ്ങയുടെ തൊലി മാത്രം കേട്ടോ, അത് ശ്രദ്ധിച്ച് വേണം ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ. കാരണം നമുക്ക് അതിൻ്റെ നീരോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിൻ്റെ തൊലി മാത്രം നമുക്ക് മതി. ലൈറ്റായിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ, നല്ല ആ നാരങ്ങയുടെ മണം അറിയാലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കാൻ തോന്നും. അപ്പോൾ വേഗം അതിനെ കട്ട് ചെയ്ത് നമുക്ക് തൊലി മാത്രം മതിയല്ലോ, ബാക്കി നിങ്ങൾ നാരങ്ങളും കുടിച്ചോ കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എടുത്തിട്ടുണ്ട്, തൊലി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ അരിയില്ലേ, ഏതായാലും കുഴപ്പമില്ല, പച്ചരിയോ നമ്മൾ ചോറിനരി ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇത് മൂന്നും കൂടി അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചെല്ലുമ്പോൾ ആദ്യം ഇച്ചിരി കളറില്ലാണ്ടിരുന്ന നമ്മുടെ നാരങ്ങ നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് അങ്ങ് വരും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കുക. ഇനി ഇതെന്താ പണിയെന്നല്ലേ, നമ്മുടെ വീട്ടിലെ കുപ്പികൾ, ഫ്ലാസ്കുകൾ, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് കുറച്ചായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉപയോഗിക്കുന്നതായാൽ കൂടെ അതിനകത്തൊരു സ്മെല്ലും കാര്യങ്ങളും വെള്ളമൊക്കെ വയ്ക്കുമ്പോൾ ഒരു ഇതായിട്ട് വരും അല്ലേ. അപ്പോൾ അതിനെ നല്ല ക്ലീൻ ആക്കി എടുക്കാനുള്ള അടിപൊളി സംഭവമായിട്ടത്. നല്ല എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആവും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫ്ലാസ്കിലേക്കും അതേമാതിരി കുപ്പിയിലേക്കും കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് നല്ലപോലെ നമുക്ക് ഷെയ്ക്ക് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് കുലുക്കി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. അല്ല നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതേമാതിരി ഒത്തിരി കുപ്പികളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ, വെള്ളം സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ കഴുകിയെടുക്കാനായിട്ട് അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് ആക്കാം. അല്ല ഇപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഷെയ്ക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്കിതിനങ്ങ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞ് നല്ല പച്ച വെള്ളത്തിലങ്ങ് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലോ അതിനകത്ത് അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല പുത്തൻ കുപ്പിയും ഫ്ലാസ്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത്ര വലിയ ചിലവുള്ള കാര്യമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, എളുപ്പമാണല്ലേ. ഇപ്പോൾ നാരങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പണി തീരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കൈയൊക്കെ ഒന്ന് മുറിയാണ്ടും കാര്യങ്ങളായിട്ടും പിന്നെ അതിനകത്ത് നീരൊന്നും ആ തൊലി മാത്രമായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പണി അങ്ങ് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു പിടി അരിയും ഉണ്ടാവും. അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഇനി നമ്മുടെ മൺചട്ടി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി സോപ്പ്, ഡിഷ് വാഷോ അങ്ങനെ എന്താ ഇട്ടിട്ടാണ് നമ്മൾ കഴുകാറില്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ കഴുകാനായിട്ട് കടലമാവാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കടലമാവ് ചിലപ്പോൾ നമ്മൾ മേടിച്ച് വെച്ച് കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് കുഞ്ഞു പ്രാണികളൊക്കെ വന്ന് പുഴുക്കെട്ടൊക്കെ വന്ന് നാശമാവും. അപ്പോൾ നാശമാവണ സാധനം കളയേ വേണ്ട, എടുത്തങ്ങ് വെച്ചോ, നമുക്ക് അല്ലറ ചില്ലറ പണികളുണ്ട്. അപ്പോൾ എത്ര എണ്ണമയോ എന്തോ ആയിക്കോട്ടെ കേട്ടോ, നമ്മൾ കറി വെച്ചത് ഇപ്പം മീൻചട്ടി ആയാലും കുഴപ്പമില്ല, ഒലത്തുണ്ടാക്കി എന്തായാലും കുഴപ്പമില്ല, എന്തിലും ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേമാതിരി കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നില്ലെങ്കിൽ ചകിരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടായാലും ചെയ്താൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് ക്ലീനായിട്ട് നമുക്ക് മൺചട്ടി കിട്ടും. അപ്പോൾ അല്ല നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണ നമുക്കറിയാം എന്താണ്, മൺചട്ടിയിലേക്ക് ഒന്ന് നമ്മൾ കഴുകാനായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ചട്ടി ഇങ്ങനെ വലിച്ചെടുക്കും ഇല്ലേ, ആ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആവുന്ന നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ സോപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സോപ്പിനെ മാളങ്ങ് അകത്തോട്ട് വലിച്ചു കൊണ്ടുപോകണുണ്ടാവില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഈ എല്ലാം കൂടി പുറത്തോട്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ അത് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ സിമ്പിളാണ്, നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ, അതിൽ ആർക്കും ഒരു ഡൗട്ട് വേണ്ട. അപ്പം ഇനി കടലമാവ് ചീത്തയായതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. നമുക്കത് ആദ്യം ഇങ്ങനെ സൂപ്പർ നമ്മുടെ മൺചട്ടിയൊക്കെ ഇനി നല്ല പിളപിളപിളാന്ന് തിളക്കി നമുക്ക് അങ്ങോട്ട് എടുക്കാം കേട്ടോ, അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. എണ്ണമയോ എന്തോ ആയിക്കോട്ടെ, എല്ലാം പൊക്കോളും, ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീക്കിലി വൺസ് ആണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലീനാക്കി അങ്ങ് പോകുള്ളൂ.
ക്ലീനിങ്ങിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്ലീനിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്നത് കടലമാവ് തന്നെയാണ്. അപ്പോൾ ഈ കടലമാവ് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ മേളിൽ നല്ലപോലെ കൈ കൊണ്ടൊന്ന് എല്ലാവിടെയും ആകത്തക്ക രീതിയിൽ തേച്ചങ്ങ് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പാടൊന്നും വീഴാത്ത നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നമ്മുടെ സ്ക്രബ്ബറില്ലേ, അതായത് സ്റ്റീലിൻ്റെ അല്ലാത്ത സ്ക്രബ്ബർ, അത് വെച്ചിട്ട് നല്ലപോലെ റബ്ബ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല, ജസ്റ്റ് ആ ഒരു പൊടി നമ്മുടെ കടലമാവിനെയാണ് ഇതിൽ നല്ലപോലെ റബ്ബ് ചെയ്തെടുക്കണേ. അതാക്കിയതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് തേക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ അങ്ങ് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ എണ്ണയും കാര്യങ്ങളും ആദ്യം നമ്മൾ ഉണങ്ങിയ പൊടി വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തു. ഇനി നല്ലപോലെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എണ്ണ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിപ്പോൾ തന്നെ ക്ലീൻ ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇനി നല്ല ഉണങ്ങിയ കോട്ടൻ്റെ തുണിയോ കിച്ചൺ ടവലോ എന്താണെന്ന് വെച്ചത് അതങ്ങ് എടുക്കുക. നല്ലപോലെ അത് വെച്ചിട്ട് അങ്ങ് തുടച്ചങ്ങ് ആ ഒരു ഇതിനങ്ങ് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് ഡിഷ് വാഷോ അതേപോലെ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പിടി കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ സംഭവം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ലൈവ് റിസൾട്ട് തന്നെയാണല്ലോ. അപ്പോൾ എന്താണ്, ഇങ്ങനെ കേടായുള്ള നമ്മുടെ കടലമാവും കാര്യങ്ങളും ഒന്നും കളയണ്ട കേട്ടോ. ആളെ അങ്ങോട്ട് എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് മാറ്റി വെച്ചേക്കാം ഒരു കുഞ്ഞ് ഡബ്ബയിലാക്കിയിട്ട്. എന്നിട്ട് അതിങ്ങനത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തേക്കോ, സംഭവം നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാ വളയാണ്. വള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റു തന്നെയാണ് അല്ലേ, പ്രത്യേകിച്ച് കുപ്പിവള. പണ്ടൊക്കെ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, നമ്മളതൊക്കെ മിസ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഈ വള പൊട്ടാതെ സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. നമ്മുടെയൊക്കെ അടുത്ത് ഇങ്ങനത്തെ വലിയ ബുഷ് ബണ്ണെന്നൊക്കെ പല പേരിൽ ആളറിയപ്പെടും. അത് നിങ്ങൾ എന്താണോ പറയണേ അത് കേട്ടോ. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് നമ്മുടെ ഈ വളേനെ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഒരുപാടൊന്നുമല്ല, ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത്യാവശ്യം പൊട്ടാതെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇനി നല്ല മറ്റേ എന്താ പറയുക ഗിൽറ്റും കാര്യങ്ങളും ഗിറ്ററിങ് ഒക്കെ ഉള്ള ടൈപ്പ് കുപ്പിവളകളുണ്ട്. അതൊക്കെ ആയാലും ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് ചാടിപ്പോകാണ്ടിരിക്കാൻ അതിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കൽ മാത്രമല്ല, വേറെ ഈ ബുഷ് കൊണ്ട് നമുക്ക് വേറൊരു കുഞ്ഞൊരു ടിപ്പും കൂടി ഉണ്ട്. അതെന്താണെന്നല്ലേ, നമ്മളൊക്കെ ഈ വള വീട്ടിലൊക്കെ ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് അല്ലേ. കുപ്പിവള ആയിക്കോട്ടെ നമ്മുടെ ഗോൾഡിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ ഇടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അലക്കാൻ നിൽക്കുമ്പോൾ ഈ സാധനം ഉരു വെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അലക്കണ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഈ സാധനം തുണിയൊക്കെ ഇതാക്കണ സമയത്ത്. അതേപോലെ നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനായാലും മാവൊക്കെ കുഴക്കണ സമയത്തും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേമാതിരി ഈ ബുഷിനെ നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ട് വളനെ അതിൻ്റെ അകത്തോട്ട് ആക്കി അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് കയ്യിലോട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും, ഊർന്നും ഇങ്ങോട്ട് പോരില്ല. അപ്പോൾ നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. നമുക്ക് എന്ത് പണി വേണമെങ്കിലും എടുക്കാം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.